അതായത് അപ്പനെ അമ്മയെ എഴഞ്ഞു നീങ്ങിപ്പോയി അവരുടെ കാര്യങ്ങൾ നോക്കി എല്ലാം ചെയ്യുന്ന ചേച്ചിയെ ഞാൻ ആദ്യം സ്തുതിച്ചോട്ടെ. കാരണം അതിനും മേലെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞു, പക്ഷെ എല്ലാരും വളരെ മോശമായിട്ടുള്ള പെരുമാറ്റം എല്ലാരും ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കേറിട്ട് വളരെ മോശം മെസ്സേജുകളും. നിങ്ങൾക്ക് എങ്ങനെ മോശമായിട്ട് ഈ ചേച്ചിയെ കണ്ടിട്ട് മെസ്സേജുകൾ അയക്കാൻ തോന്നി? ദയവ് ചെയ്ത് ഈ ചേച്ചിയെ ഉപദ്രവിക്കല്ലേ. ചേച്ചിയെ ഞാൻ അറിഞ്ഞിട്ടാ കോട്ടയത്ത് നിന്ന് ഇവിടെ വരെ ഓടി വന്നത്. വളരെ മോശമാണ്. ചേച്ചിക്ക് നടക്കാൻ പറ്റില്ല എന്നും ചേച്ചി പൊന്നുപോലെ അപ്പനെ അമ്മയെ നോക്കുവാന്ന് അറിഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു നമുക്ക് ഗാന്ധി ഭവനിൽ പോവാന്ന്. ഇവര് പറഞ്ഞോ ഗാന്ധി ഭവനിൽ ഞങ്ങൾ പോവാന്ന്? ഞാൻ പറഞ്ഞു പോകാന്ന്. അപ്പോഴത്തേനും അച്ഛൻ ഭയങ്കര കാര്യത്തില് കാല് പോളിയോ വന്നാണോ? ഞാൻ ഒരു വയസ്സ് പോളിയോ വന്ന് തളർന്നു പോയത്. 6 കൊല്ലം മുമ്പ് ഒരു സ്ട്രോക്ക് വന്ന്. 6 കൊല്ലം മുമ്പ് ചേച്ചി സ്ട്രോക്കും വന്നു. കയ്യും വേണം അല്ലേ? എനിക്ക് ഇവിടെ കയറി വന്നപ്പോഴേ ഏറ്റവും വലിയൊരു സന്തോഷം എന്താന്ന് ചോദിച്ചാൽ, ഈ ലോകത്ത് അപ്പനെ അമ്മയെ നോക്കാതെ അനാഥാലയങ്ങളിലും വൃത്തമന്ത്രി സ്ഥാപനങ്ങളിലും ഒക്കെ കൊണ്ടുപോയാക്കുന്ന നമ്മുടെ ഈ പല ജനങ്ങളെ നമുക്കറിയാം. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ സങ്കടം വന്നിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ. പക്ഷെ ഈ ചേച്ചി ഒന്ന് കണ്ടു നോക്കണം. ഈ ചേച്ചി സ്വന്തം അപ്പനെ അമ്മയെ എന്ത് കാര്യമായിട്ടാണ് നോക്കുന്നത്. ചേച്ചിക്ക് വീൽ ചെയർ ഇല്ല എന്ന് ഞാൻ അറിഞ്ഞു. വീൽ ചെയർ കംപ്ലൈന്റ് ആയെന്ന് ഞാൻ. വീൽ ചെയർ ഇപ്പൊ 1 കൊല്ലമായി കംപ്ലൈന്റ് ആയിട്ട്. 18,000 രൂപയാവും അത് ശരിയാക്കാൻ, ബാറ്റ് വാങ്ങാനായിട്ട്. ഞാനിത് കണക്ക് അച്ഛന് വയ്യാതായി തുടങ്ങിയപ്പോ ഇവിടെ ഒരു ലോട്ടറി കടയിൽ തുടങ്ങാനും പറഞ്ഞായിരുന്നു. എനിക്ക് ഈ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ അച്ചാറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിട്ട് വിൽക്കാന്ന്. അപ്പം പിന്നെ ഈ സാധാ വിളിച്ചെന്നിരിക്കുമ്പോ അത് ഉരുട്ടിക്കൊണ്ട് പോകാൻ ഒരാള് വേണ്ടേ, പിന്നെ അവിടെ എത്തിക്കാൻ. ഇതൊക്കെയാണ് കേരളത്തിൽ കുറെ കുടുംബങ്ങളുണ്ട്. ഇതൊന്നും ആരും അറിയാനും ശ്രദ്ധിക്കാനും ഇല്ല. ഇങ്ങനെയുള്ള കുടുംബങ്ങൾ തേടി പിടിച്ച അച്ചായം പോകുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നിലവിൽ 2 വീടുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. പല വീടുകളും പണിതു കൊടുത്തു, ഇനിയും 2 വീടുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു വീട് കംപ്ലീറ്റ് ആയി, ഒരു വീട് പണിതുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ എന്നെ കൂടുതൽ ആൾക്കാർ വിമർശിക്കുമ്പോൾ നിങ്ങളൊക്കെ ഇതൊന്നൊക്കെ കാണണം. ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ഇറങ്ങാറുള്ളൂ. അല്ല ഒരു വീഡിയോ ചെയ്ത് ഇറങ്ങി അവർക്ക് ബാക്കിയുള്ള ഒരു കാശ് അയച്ചോട്ടെ എന്ന് ഞാൻ വിചാരിക്കാറില്ല. അച്ഛൻ തന്നെ എല്ലാം ചെയ്തിട്ടേ പോവുള്ളൂ. കാരണം ഈ കുടുംബങ്ങളെ വേറൊരു പ്രതീക്ഷ നിർത്തുന്നതിലും നല്ലത് നമ്മൾ തന്നെ അവരെ നോക്കുമ്പോൾ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അവരുടെ മനസ്സ് സന്തോഷിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, അതൊന്നും ജീവിതത്തിൽ വേറെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും കിട്ടില്ല നമ്മൾ. അതായത് അപ്പനെ അമ്മയെ എഴഞ്ഞു നീങ്ങിപ്പോയി അവരുടെ കാര്യങ്ങൾ നോക്കി എല്ലാം ചെയ്യുന്ന ചേച്ചിയെ ഞാൻ ആദ്യം സ്തുതിച്ചോട്ടെ. കാരണം അതിനും മേലെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ചേച്ചി കരയാതെ. ചേച്ചിയെ ഞാൻ വഴിയിലിട്ടിട്ട് പോകാനല്ല ചേച്ചി വന്നിരിക്കുന്നത്. ഏതായാലും ചേച്ചിയുടെ വലിയൊരു ആഗ്രഹം ചേച്ചിക്ക് ഒരു കട തുടങ്ങണം, അല്ലെങ്കിൽ അച്ചാറ് കാര്യങ്ങളും തുടങ്ങണം. അതിനുള്ള ഫണ്ട് ഞാൻ ആദ്യം തരുവാണ് കേട്ടോ. ലോട്ടറി കടയും അച്ചാറും കാര്യങ്ങളും ഒക്കെ ചെയ്യുക കേട്ടോ. ഇനി ഇതുകൊണ്ടും തീർന്നില്ല. ചേച്ചിക്ക് വീൽ ചെയർ ആവശ്യമാണെന്ന് പറഞ്ഞു, അതിന്റെ ഫണ്ട് തരുവാണ്. ഇതും കൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ മാത്രമേ നടത്താൻ പറ്റുള്ളൂ. ചേച്ചിക്ക് ജീവിക്കണമെങ്കിൽ ഫണ്ട് വേണം. ആ ഫണ്ട് ഞാൻ ചേച്ചിക്ക് തരുവാണ്. അവിടുന്ന് ഇവിടം വരെ വന്ന് ഞങ്ങളെ വിഷമാവസ്ഥയൊക്കെ കണ്ടില്ല. ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞു, പക്ഷെ എല്ലാരും വളരെ മോശമായിട്ടുള്ള പെരുമാറ്റം എല്ലാരും ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കാരണം എനിക്കൊരു ചെറിയൊരു പേജുണ്ട്, മിനി ഹോം കുക്കിംഗ് എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ അതിൽ ഞാനിട്ട ആ വീഡിയോസ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ട വന്നു. കാരണം എന്റെ ആ നമ്പറിലെ വാട്സാപ്പിൽ കയറിയിട്ട് വളരെ മോശം മെസ്സേജുകളും. നിങ്ങൾക്ക് എങ്ങനെ മോശമായിട്ട് ഈ ചേച്ചിയെ കണ്ടിട്ട് മെസ്സേജുകൾ അയക്കാൻ തോന്നി? ദയവ് ചെയ്ത് ഇങ്ങനെ ചേച്ചിയെ ഉപദ്രവിക്കല്ലേ. ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ ബൈ ബൈ. ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർക്കിച്ചൻ.